ദ്വാരകയിലെ യാദവന്മാരിൽ പ്രമുഖനായിരുന്ന സത്രാജിത്ത് കഠിന തപസ് ചെയ്ത് സൂര്യദേവനെ പ്രത്യക്ഷമാക്കി. സത്രാജിത്തിന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ സൂര്യഭഗവാൻ അദ്ദേഹത്തിന് തന്റെ കഴുത്തിലുണ്ടായിരുന്ന സ്യമന്തകം എന്ന ദിവ്യമായ രത്നം സമ്മാനിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ഇത് വളരെ അപൂർവമായ ഒരു രത്നമാണ്. ഈ രത്നം കൈവശം വെച്ച് ഭക്തിയോടെ പൂജിക്കുന്ന ആൾക്ക് എന്റെ പ്രസാദമായി ദിവസവും ശുദ്ധമായ സ്വർണം ലഭിക്കും. കൂടാതെ ഈ രത്നം എവിടെയുണ്ടോ അവിടെ രോഗങ്ങളോ കള്ളന്മാരുടെ ശല്യമോ ഉണ്ടാകില്ല. സ്യമന്തകം ലഭിച്ച ശേഷം സത്രാജിത്ത് വലിയൊരു ധനികനായി മാറി. അദ്ദേഹത്തിന്റെ രത്നത്തിന്റെ കഥ ദ്വാരകയിൽ പ്രസിദ്ധമായി. ഈ വിവരം കൃഷ്ണനും അറിഞ്ഞു. രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കായി ഈ രത്നം രാജാവായ ഉഗ്രസേനന് നൽകുന്നത് നന്നായിരിക്കുമെന്ന് ശ്രീകൃഷ്ണൻ സത്രാജിത്തിനോട് നിർദ്ദേശിച്ചു. എന്നാൽ ലോഭിയും അഹങ്കാരിയുമായിരുന്ന സത്രാജിത്ത് അത് വിസമ്മതിച്ചു. കൃഷ്ണനാകട്ടെ നിർബന്ധിച്ചതുമില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം സത്രാജിത്തിന്റെ അനിയനായ പ്രസേനൻ ഈ രത്നവും ധരിച്ച് കാട്ടിൽ നായാട്ടിന് പോയി. അവിടെ വെച്ച് ഒരു സിംഹം പ്രസേനനെ കൊന്ന് രത്നം തട്ടിയെടുത്തു. ആ കാട്ടിലായിരുന്നു ഋഷഗോത്രത്തിന്റെ രാജാവും അതിബലവാനും ചിരഞ്ജീവിയുമായ ജാംബവാൻ താമസിച്ചിരുന്നത്. രത്നവുമായി ഓടി നടക്കുന്ന സിംഹത്തെ കാണാനിടയായി ജാംബവാൻ സിംഹത്തെ വധിക്കുകയും രത്നം തന്റെ മകൾക്ക് കളിക്കാൻ കൊടുക്കുകയും ചെയ്തു. പ്രസേനന്റെ തിരോധാനത്തിന് പിന്നിൽ ശ്രീകൃഷ്ണനാണെന്ന് സത്രാജിത്ത് സംശയിച്ചു. സ്യമന്തകരത്നം തട്ടിയെടുക്കാൻ വേണ്ടി കൃഷ്ണൻ പ്രസേനനെ കാട്ടിൽ വെച്ച് കൊന്നതാണ് എന്ന് കൃഷ്ണനെ പറ്റി ദ്വാരകയിൽ അപവാദം പറഞ്ഞു പരത്തി. തന്റെ മേൽ വീണ കള്ളപ്പേര് മാറ്റാൻ കൃഷ്ണൻ നായാട്ടുകാരെയും കൂട്ടി കാട്ടിലേക്ക് പുറപ്പെട്ടു. അന്വേഷണത്തിനൊടുവിൽ പ്രസേനന്റെ ശവശരീരവും അതിനടുത്തായി സിംഹത്തിന്റെ കാൽപ്പാടുകളും കണ്ടെത്തി. കാൽപ്പാടുകളെ പിന്തുടർന്ന് കൃഷ്ണൻ ജാംബവാന്റെ ഗുഹയിലെത്തി. അവിടെ ഒരു യുവതി സ്യമന്തകരത്നം കൊണ്ട് കളിക്കുന്നത് കണ്ടു. കൃഷ്ണനെ കണ്ടതും രത്നം താഴെയിട്ട് അവൾ ഓടിപ്പോയി. കൃഷ്ണൻ രത്നമെടുക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് അവിടെ എത്തിയ ജാംബവാൻ കൃഷ്ണനെ തടഞ്ഞു. തുടർന്ന് കൃഷ്ണനും ജാംബവാനും തമ്മിൽ കടുത്ത യുദ്ധം നടന്നു. അത് ദിവസങ്ങളോളം നീണ്ടുനിന്നു. ഒടുവിൽ തന്നോട് യുദ്ധം ചെയ്യുന്നത് സാധാരണക്കാരനല്ല, തന്റെ പ്രഭുവായ ശ്രീരാമചന്ദ്രൻ തന്നെയാണ് എന്ന് ജാംബവാൻ തിരിച്ചറിഞ്ഞു. ജാംബവാൻ കൃഷ്ണനെ വണങ്ങി മാപ്പ് ചോദിക്കുകയും സ്യമന്തകരത്നത്തോടൊപ്പം തന്റെ മകളായ ജാംബവതിയെ കൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. രത്നവുമായി കൃഷ്ണൻ ദ്വാരകയിൽ തിരിച്ചെത്തി. സത്രാജിത്തിന്റെ സാന്നിധ്യത്തിൽ സഭ വിളിച്ചുകൂട്ടി കൃഷ്ണൻ കഥയെല്ലാം വിവരിക്കുകയും രത്നം സത്രാജിത്തിന് തിരികെ നൽകുകയും ചെയ്തു. സത്യം മനസ്സിലാക്കിയ സത്രാജിത്ത് അത്യധികം ലജ്ജിതനും ഭയചകിതനുമായി. ഭഗവാനോട് താൻ ചെയ്ത വലിയ തെറ്റിന് എങ്ങനെ പരിഹാരം ചെയ്യുമെന്നോർത്ത് അദ്ദേഹം വിഷമിച്ചു. ഒടുവിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. കൃഷ്ണന്റെ കോപം മാറ്റാനും പ്രായശ്ചിത്തത്തിനുമായി തന്റെ സുന്ദരിയായ മകൾ സത്യഭാമയെ കൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുക്കാൻ സത്രാജിത്ത് തീരുമാനിച്ചു. അതോടൊപ്പം ആ സ്യമന്തകരത്നവും കൃഷ്ണന് സമ്മാനമായി നൽകി. കൃഷ്ണൻ സത്യഭാമയെ സന്തോഷത്തോടെ പത്നിയായി സ്വീകരിച്ചു. എന്നാൽ സ്യമന്തകരത്നം വാങ്ങാൻ കൃഷ്ണൻ കൂട്ടാക്കിയില്ല. സത്യം കൈവടിയാതെ ധർമ്മത്തിന്റെ വഴിയിൽ നീങ്ങുന്നവർ അപവാദങ്ങളും ആരോപണങ്ങളും നേരിടേണ്ടി വന്നാലും അവസാന ജയം സത്യത്തിന് തന്നെ ആയിരിക്കുമെന്ന് കൃഷ്ണന്റെ ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.